പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടം സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണ്, ലം അറഹുമാ, അവരെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ എന്നും മുഹദ്ദിസീങ്ങൾ അതിന് അർത്ഥം വെച്ചിരിക്കുകയാണ്. ആരെ സംബന്ധിച്ചാണെന്നറിയുമോ? ഒരു കൂട്ടം സ്ത്രീകളെ സംബന്ധിച്ചാണ്. വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ, ഒരു കൂട്ടം സ്ത്രീകളുണ്ടല്ലോ, കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചവരാണ്. ആരിയാത്തുൻ, പക്ഷേ വസ്ത്രം ധരിച്ചാൽ തന്നെ നഗ്നരെ പോലെയാണവർ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മായിലാത്തുൻ മുമീലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. റൂസുന്ന കസ്നിമത്തിൽ ബുഖ്തിൽ മായില, അവിടെ മുടികൾ ഉയർത്തി കെട്ടിവെച്ചുകൊണ്ട് നടത്തുന്നതാണ്. അങ്ങനെയുള്ള സ്ത്രീകളെ പ്രവാചകൻ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? സ്ത്രീകൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സ്നേഹിച്ച പ്രവാചകൻ, ഖദീജ റളിയല്ലാഹു തആല അങ്ങേയറ്റം സ്നേഹിച്ച പ്രവാചകനാണ് പറഞ്ഞത്, സ്ത്രീകളെ ഞാൻ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അക്രമം കാണിച്ച തായിഫിന്റെ തെരുവീതിയിൽ വെച്ച് പ്രവാചകനെ ആക്രമിച്ച, കല്ലെറിഞ്ഞ ജനതയ്ക്കെതിരായി പ്രവാചകൻ ദുആ ചെയ്തില്ല, അവർക്ക് ശപിച്ചില്ല, അവർക്കെതിരായി ഒന്നും പറഞ്ഞില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിന്റെ ജനത തന്നെ കല്ലെറിയുമ്പോഴും മലയിലേൽപ്പിക്കപ്പെട്ട മലക്കുകൾ വന്നുകൊണ്ട് അവർക്കെതിരായി ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനായി തയ്യാറാകുമ്പോഴും അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂന ശൈആ, അല്ലാഹുവേ അറിവില്ലാത്ത ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഇവർ അറിവില്ലാത്തവനാണ് അല്ലാഹ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് ആ ജനതയ്ക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തില്ലേ? ആ പ്രവാചകനാണ് പറയുന്നത്, സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണ്, ഞാൻ അവരെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. എങ്ങനെയുള്ള സ്ത്രീകളാണെന്നറിയുമോ? പുരുഷന്മാരെ ആകർഷിപ്പിക്കാൻ വേണ്ടി, തൻ്റെ സൗന്ദര്യം പ്രകടമാക്കാൻ വേണ്ടി, തൻ്റെ സൗന്ദര്യത്തിലേക്ക് ആകർഷരാകാൻ വേണ്ടി ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന പെണ്ണുങ്ങളാണ്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, അവരുടെ മുടികളുണ്ടല്ലോ പൊക്കി വെച്ച് കെട്ടിവെക്കുന്ന